422 million dirhams, third biggest transaction in entire Dubai real estate history. ഈ ഒരു റീജിയണൽ ടെൻഷൻ നടക്കുന്ന സമയത്ത് പോലും ഇത്രയും വലിയ ഡീല് നടക്കണമെങ്കിൽ ദുബായിയുടെ ബാക്ക് ബോൺ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ നോർമൽ ഒരു സാധാരണ ഒരാളാണോ ഇത് വന്ന് മേടിക്കുക? അല്ല. അയാൾക്ക് ലോയേഴ്സ് ഉണ്ടാവും, അഡ്വൈസേഴ്സ് ഉണ്ടാവും, മാർക്കറ്റിംഗ് അനലൈസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് അവര് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ദുബായിയുടെ ബൗൺസ് ബാക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ അറിയാം. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ പോയാൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ ഒരു ഡീല് നടന്നത് അമാൻ റെസിഡൻസ് ജുമേറയിലാണ്. ഞാനിപ്പോൾ ഇതോട് പറയാൻ കാരണം Q1 തന്നെ ഓൾമോസ്റ്റ് 60,000 ട്രാൻസാക്ഷൻ ആണ് 2026 നടന്നത്. അതും 256 ബില്യൺ വർത്ത് സെയിൽ. കമ്പാരിസൺ പറയുമ്പോൾ 30% മോർ ദാൻ 2025. ഇത്രയും കൂടുതൽ പൈസ ഒന്നും വേണ്ട നമുക്ക് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ ടൈം വേണം, റൈറ്റ് പ്രൊഡക്റ്റ് വേണം, റൈറ്റ് എൻട്രി, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് അഡ്വൈസറും. അപ്പോൾ ഫോളോ ചെയ്താൽ ഇനിയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം.